ഗതാഗത മന്ത്രി സി പി ജോൺ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. കോഴിക്കോട്ടെ ആ അപകടത്തിന്റെ KSRTCയുടെ അപകടം സംബന്ധിച്ച് നഷ്ടപരിഹാരം അടക്കം അദ്ദേഹം പ്രഖ്യാപിച്ചു. അതായത് ഇതിലിപ്പോ ഏജ് ഒരു ഘടകമാണ്. അപ്പോൾ അതൊരു നല്ല ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡ്രൈവറുടെ ഏജാണ് 30-31 വയസ്സ്. നല്ല അയാളെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു. മരിച്ച മിഥിലേഷിനെ കുറിച്ച് വളരെ സോബറായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഞാൻ മദ്യപിച്ച് നടപടിക്കോ ഒന്നും വിധേയനായിട്ടില്ല. അതുകൊണ്ട് അതൊക്കെയാണ് പരിചയസമ്പന്നനായിട്ട് മാത്രം സർവീസ് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. അവരുടെ ക്യാരക്ടർ, അവരുടെ ഈ തരത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ടോ, അവർ ശിക്ഷണ നടപടി ഉണ്ടായിട്ടുണ്ടോ അന്വേഷിച്ചപ്പോൾ ഒന്നുമില്ല. നല്ലൊരു ഡ്രൈവറാണ്. ഇതിലൊരു സാധാരണ നടത്തുന്നത് ഡിപ്പോയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ഥിരം ഡ്രൈവർമാർ താമരശ്ശേരി റൂട്ട് പോകും, വയനാട് റൂട്ട് പോകും. ഈ എംപാനൽ ഡ്രൈവർമാരെ ഈ ഉറക്കമൊഴിച്ച് ദീർഘദൂര യാത്രയ്ക്ക് വിടുന്ന ഒരു പരിപാടി KSRTC നടക്കുന്നുണ്ട്. ധർമ്മടം പറഞ്ഞതിൽ പരിശോധിക്കേണ്ട ഒരു കാര്യമാണത്. അത് തീർച്ചയായിട്ടും ഇവരെ അടിച്ചേൽപ്പിക്കുന്ന ഒരിക്കലും പാടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ സ്ഥിരം ഡ്രൈവർമാർ, എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകൾ, പക്ഷെ അവരും റിട്ടയർമെൻറ്റിൻ്റെ അടുത്തേക്കൊക്കെ എത്തുന്ന ആളുകൾ, അവർക്കും പല കണ്ണിൻ്റെയൊക്കെ പ്രോബ്ലങ്ങളുണ്ട്. ഇത് വല്ലാത്തൊരു പണിയല്ലേ ഈ വണ്ടി രാത്രി ഓടിക്കുക എന്നുള്ളത്. ഐസൈറ്റ് ഒരു പ്രധാന കാര്യമാണ്. അപ്പോൾ അതിൽ ഈ ഏജ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും എഫിഷ്യൻ്റായിട്ടൊരു ഏജാണ് 31 വയസ്സ്. ഐസൈറ്റിനോ അല്ലെങ്കിൽ പ്രഷർ, ഹൈപ്പർ ടെൻഷൻ, ചിലർക്ക് പലതരത്തിലുള്ള മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെർമനൻ്റ് ടെമ്പററി എന്നുള്ളതിനേക്കാളും ഏറ്റവും നല്ല എഫിഷ്യൻറ്റ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉള്ള ആളെന്നാണ് കുറച്ചും കൂടെ നമുക്ക് സേഫ്റ്റിക്ക് നല്ലത്. അല്ല, ഇപ്പോൾ നമ്മൾ റിട്ടയർ ചെയ്യാൻ പോകുന്ന ആളാണ്, ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആൾ. അദ്ദേഹം ബാംഗ്ലൂർക്ക് പോട്ടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചിലപ്പോൾ ഹൈപ്പർ ടെൻഷൻ്റെ മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അരോഗദൃഢഗാത്രരായിട്ടുള്ള ആളുകളാണ് എപ്പോഴും വണ്ടി ഓടിക്കാൻ നല്ലത്. അവർ പെർമനൻ്റ് ആയാലും ടെമ്പററി ആയാലും. നമുക്ക് ഈ വിഷയത്തിൽ അവസാനിപ്പിക്കാൻ തോന്നും. അത് പുതിയ ഒരു കാര്യമാണ്. അത് ഡ്രൈവർ കം കണ്ടക്ടർ അല്ല, അതിപ്പോൾ അടുത്ത കാലത്ത് വന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ 2-3 അല്ലേ നല്ല മാതൃകയാണത്. നല്ല മാതൃകയാണ്. അതിൽ പറയാം. അതിലിപ്പോൾ എല്ലാ കണ്ടക്ടർമാർക്കും ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റില്ല. നമ്മൾ മനസ്സിലാക്കണം. പറഞ്ഞോട്ടെ. നമ്മളതൊക്കെ അതിൻ്റെ പ്രാക്ടിക്കൽ ഇതിൽ നോക്കുമ്പോൾ എല്ലാ കണ്ടക്ടർമാരോടും ഡ്രൈവിംഗ് പഠിക്കാൻ പറഞ്ഞാൽ, ഈ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വിഷയമല്ല. അവർ ഡ്രൈവ് ചെയ്യുന്ന അത്ര കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ അതിന് എഫിഷ്യൻ്റായിട്ടുള്ള ആൾക്കാർ വേണം. എഫിഷ്യൻസിയും അതിനുള്ള തയ്യാറും. ഒരു വലിയ വാഹനം കണ്ടക്ടറുടെ ജോലി ചെയ്യുന്നതും ഡ്രൈവറുടെ ജോലി ചെയ്യുന്നതും വല്ല അജഗജാന്തരമുണ്ട് അല്ലേ. അപ്പോൾ അതിന് തയ്യാറായ ആളുകളിൽ നിങ്ങൾ ഈ പറഞ്ഞ പ്രപ്പോസൽ നല്ലതാണ്. അപ്പോൾ കണ്ടക്ടർമാരിൽ നല്ല ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ ഡ്രൈവിംഗ് താല്പര്യമുള്ളവരെ നോക്കാം. ഇനി പുതുതായിട്ട് ആളുകളെ എടുക്കുമ്പോൾ ഈ മൾട്ടി ടാസ്ക് ചെയ്യുന്ന കണ്ടക്ടറെ എടുക്കുന്ന സമയത്ത് ഡ്രൈവിങ്ങും കൂടെ, ഹെവി ലൈസൻസ് കൂടെ എടുക്കണമെന്ന് പറയുന്നത് യുക്തിസഹമാണ്. അല്ലാതെ ഇപ്പോൾ ഉള്ള കണ്ടക്ടർമാരെ ഡ്രൈവർമാരായി കൺവേർട്ട് ചെയ്ത് ലോങ് ട്രിപ്പിലൊക്കെ വിടുന്നത് എനിക്ക് അത്ര നമുക്ക് ഈ വിഷയം നമുക്ക് തീർക്കാൻ തോന്നും. അവന്റെ കുടുംബത്തിന് 1 കോടി രൂപയെങ്കിലും കിട്ടും. ഇതൊരു താൽക്കാലിക ജീവനക്കാരന് അപകടത്തിൽ മരിച്ചാൽ ആ കുടുംബം അനാഥമാണ്. ഈ 10 ലക്ഷം രൂപ അവന്റെ കുട്ടിയെ പഠിപ്പിക്കാൻ പോലും തികയില്ല. അതിലധികം കിട്ടും. ധർമ്മടം നോയിക്കോളും. പ്രളയ രക്ഷാപ്രവർത്തനത്തിനിടെ പത്തനംതിട്ടയിൽ ചൂണ്ടിക്കാട്ടി 2 മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരെ സസ്പെൻഷൻ ഉണ്ടായിരുന്നു. പ്രതിഷേധം ശക്തമാക്കുകയാണ് അവിടെയുള്ള മോട്ടോർ വാഹന സംഘടനകൾ. അവരിപ്പം വ്യക്തി അടിക്കില്ല, ഡ്രൈവർ പണിക്ക് ഇറങ്ങില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതെങ്ങനെയാണ് ഗതാഗതം നോക്കുകയാണെങ്കിൽ അവരുടെ പ്രതിഷേധത്തെ? ഗതാഗത വകുപ്പ് വളരെ ശക്തമായ രീതിയിൽ തന്നെ നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. അധികാരം കൃത്യമായിട്ട് ഉപയോഗിക്കാവുള്ളൂ. അധികാരം എന്തും ചെയ്യാനുള്ളതല്ല. അവിടുത്തെ MP-മാരും MLA-മാരും അസാധാരണമായൊരു പ്രളയമല്ലേ പത്തനംതിട്ടയിലുണ്ടായത്. അതിനെ നേരിടാനായിട്ട് ഓഫ് റോഡ് വണ്ടികളോട് വരാൻ അഭ്യർത്ഥിച്ചു. ഓഫ് റോഡ് വണ്ടികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, വലിയ ടയറും പിന്നെ ക്ലിയറൻസ് കൂടുതലുള്ള വണ്ടികളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് മുകളിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ആവശ്യത്തിലധികം വെച്ചതൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഈ ആഹ്വാനം അനുസരിച്ച് ഇത് ഉണ്ടാക്കുക എന്നുള്ളത് ചിലതൊരു കൗതുകമായിട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടല്ലോ. അവരിറങ്ങി വന്നു. ഇനി അങ്ങനെ ഇറങ്ങി വന്ന ഒരു ഡ്രൈവർ, അലുമിനിയം ഒരു വണ്ടിയുടെ ആൾ, ഞാൻ രക്ഷാപ്രവർത്തനത്തിന് വന്നു എന്ന് പറഞ്ഞാൽ
ആ ഒരു തവണ അയാളെ വെറുതെ വിടണ്ടേ? അയാൾ ആക്സിഡൻ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അയാൾ യാതൊരു തരത്തിലുള്ള ഒരു എന്താ പറയുക ട്രാഫിക് പ്രോബ്ലംസ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പം അത് ഉള്ള അധികാരം അമിതമായി ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ചീത്ത ഉദാഹരണമാണ്. അതിനൊരു താൽക്കാലികമായിട്ടുള്ള എൻക്വയറി നടക്കുന്നുണ്ട്. സസ്പെൻഷൻ ഒരു ശിക്ഷയല്ല, സസ്പെൻഷൻ എൻക്വയറിയുടെ അടിസ്ഥാനത്തിലാണ്. അത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ വളരെ വേഗം തന്നെ അതിലൊരു തീരുമാനമെടുക്കും. ശരി, CP ജോണാണ്, ഗതാഗത മന്ത്രിയാണ് വിശദീകരിച്ചത്. എന്തായാലും ബംഗളൂരുവിൽ അപകടത്തിൽപ്പെട്ട KSRTC ബസ്സിന് അപാകതകളൊന്നുമില്ല എന്നതാണ് ഇപ്പോൾ മന്ത്രി കണ്ടെത്തിയിരിക്കുന്നത്. മന്ത്രി മാത്രമല്ല, KSRTCയുടെ വിദഗ്ധ സംഘം നടത്തിയ പരിശോധനയ്ക്ക് ശേഷമാണ് മന്ത്രി CP ജോൺ ഇക്കാര്യങ്ങൾ പറയുന്നത്. ഡ്രൈവർ പരിചയസമ്പന്നനാണ്, മതിയായ വിശ്രമം ലഭിച്ചു. ഒപ്പം അദ്ദേഹത്തിന് 16 മണിക്കൂർ അടക്കം ഇതിൽ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഉറക്കക്ഷീണമാവോ അപകടത്തിലേക്ക് നയിച്ചതെന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് മന്ത്രി വയ്ക്കുന്നത്. അതാണ് അദ്ദേഹം പറയുന്ന കാര്യം. എന്തായാലും നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങളിലാണ് മന്ത്രി CP ജോൺ വ്യക്തം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.